കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്കും തരുമെന്ന് വിശ്വസിക്കുന്ന കരങ്ങളിൽ സ്തോത്രം ചെയ്യട്ടെ. നമ്മള് 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ദാവീദിന്റെ ഒരു മകൻ യോനാഥാന്റെ ഹല്ലേലൂയ ദാവീദിന്റെ ഹല്ലേലൂയ ശൗലിന്റെ കൊച്ചുമകൻ അല്ലെങ്കിൽ യോനാഥാന്റെ മകനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് ഇപ്പോഴേ ദാവീദ് രാജാവായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദ് അന്വേഷിക്കുകയാണ്. അതിന്റെ 1-ാം വാക്യം വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് വായിച്ചാട്ടെ. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗ്രഹത്തിൽ സീബ എന്ന പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. ഇവിടെ ഈ ദാവീദ് രാജാവായപ്പോൾ ദാവീദ് അന്വേഷിക്കുകയാണ്, ഈ ശൗലിന്റെ ഭവനത്തില് ആരെങ്കിലും ശേഷിപ്പിച്ചിരിക്കുന്നുണ്ടോ? യോനാഥാൻ മരിച്ചു എന്നുള്ളത് ഹല്ലേലൂയ എല്ലാവർക്കും അറിയാം. പിതാവ് ശൗല് മരിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇനിയും ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കൊരു ദയ അവരോട് കാണിക്കണം, എനിക്കത് അവരോട് ഒരു കൃപ കാണിക്കണം, ഒരു ഭക്തൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദാവീദ് അന്വേഷിക്കുകയാണ്. അപ്പോൾ അവിടെ സീബ എന്ന് പറയുന്ന ഒരു ഭൃത്യനെ കണ്ടു. ആ ഭൃത്യനോട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീബ എന്തുവാണ് ഒരു ഉത്തരം പറയാണ്, ഉണ്ട്, അങ്ങ് ലോദോബാറിൽ എന്തുവാണ് ഹല്ലേലൂയ അവിടെ മുടന്തനായ ഹല്ലേലൂയ യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ അവിടെ അവന്റെ പേര് മെബീശബേത്താണ് എന്ന് ഈ സീബ ഈ രാജാവ് ദാവീദ് രാജാവിനോട് പറയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പ്രത്യേക കൃപ എന്തുവാണ്, ഈ ദാവീദിനെ ഈ മുടന്തനായ ഹല്ലേലൂയ ഈ യോനാഥാന്റെ മകനെ കുറിച്ച് കേട്ടപ്പോൾ തോന്നിയപ്പോൾ ആ ലോദോബാറിൽ എന്തുവാണ് ആളിനെ അയച്ച് ഹല്ലേലൂയ അവിടുന്ന് അദ്ദേഹത്തെ ഹല്ലേലൂയ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. രാജകൊട്ടാരത്തിൽ കൊണ്ടുവരിക മാത്രമല്ല, ഇപ്പോഴെന്തുവാണ് രാജാവിന്റെ കൂടെ ഇരുന്ന് ആ മേശയിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായ ഹല്ലേലൂയ ഹല്ലേലൂയ മെബീശബേത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പ്രത്യേക കൃപ എന്തുവാണ് അവനിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ സാഹചര്യങ്ങളെല്ലാം മാറ്റി. ലോദോബാർ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും കടന്നുപോയി താമസിക്കുവാൻ ആഗ്രഹിക്കാത്തതായ ഒരു സ്ഥലമാണ് ലോദോബാർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ പച്ചയായ ഒന്നുമില്ല, അവിടെ ഹല്ലേലൂയ കൃഷിക്ക് യോഗ്യമായ സ്ഥലമല്ല. അങ്ങനെ ഒതുങ്ങിക്കൂടി ഒരു മൂലയ്ക്ക് എന്നെ ആരും കാണേണ്ട, എൻ്റെ വല്യപ്പൻ മരിച്ചുപോയി, അദ്ദേഹം രാജാവായിരുന്നു, എൻ്റെ അപ്പനും മരിച്ചുപോയി, എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് ദുഃഖത്തോടെ ഹല്ലേലൂയ ഒളിച്ച് ഹല്ലേലൂയ നടക്കുവാൻ സാധിക്കാതെ ക്രിപ്പിൾഡായി ഹല്ലേലൂയ അങ്ങ് വളരെ ദൂര സ്ഥലത്ത് കടന്നുപോയി താമസിക്കുന്നതായ ഈ മെബീശബേത്തിനോട് ഹല്ലേലൂയ ഇവിടെ ദാവീദിന് ഒരു കൃപ തോന്നുകയാണ്. അവന്റെ സാഹചര്യം വളരെ മോശമായിരുന്നു, നടക്കുവാൻ വയ്യ. അപ്പൻ മരിച്ചു, വല്യപ്പൻ മരിച്ചു, ഹല്ലേലൂയ ആരുമില്ല, ഒരു രാജകുടുംബത്തിൽ ജനിച്ചവനാണ്. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു കോണിക്ക് പോയി താമസിക്കുന്നതായ യവന്റെ ആ സാഹചര്യത്തെ ദൈവം മാറ്റിമറിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവ് അവന്റെ സാഹചര്യത്തെ മാറ്റിയത് എങ്ങനെയാണ്? ഹല്ലേലൂയ ആരെങ്കിലും ഈ ശൗലിന്റെ ഭവനത്തില് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എനിക്ക് അവരോട് ദയ കാണിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ അത് ആഗ്രഹിച്ചതായ ദാവീദ് എന്തുവാണ് മെബീശബേത്തിനെ അവൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവനോട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിപ്പിക്കുന്നതായ ഹല്ലേലൂയ ദാവീദിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ആ സാഹചര്യത്തെ എന്തുവാണ് ദൈവം മാറ്റിമറിച്ചു. ഹല്ലേലൂയ എത്രയോ പേരുടെ സാഹചര്യം ദൈവം മാറ്റിമറിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ആ കർത്താവ് നമ്മുടെ സാഹചര്യത്തെ മാറ്റുവാനായിട്ട് കർത്താവിന് കഴിയും എന്നുള്ളവരെ കരങ്ങളിൽ നമ്മുടെ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ജോസഫിന്റെ ഹല്ലേലൂയ സാഹചര്യം ദൈവം മാറ്റിയതായി നമ്മൾ കാണുന്നു. യാക്കോബിന്റെ സാഹചര്യം ദൈവം മാറ്റിയതായി നമുക്ക് കാണുന്നു. ഹല്ലേലൂയ. യാക്കോബിന്റെ സഹോദരന് ഏശാവിനോട് ചോദിക്കുക, നിന്റെ സഹോദരന് എങ്ങനെയുള്ളവനെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും ഏശാവ് പറയും, അവൻ ചതിയനാണ്, അവൻ ഉപായിയാണ്, അവൻ എന്നെ പറ്റിച്ചവനാണ്, ഇവിടുന്ന് അവന് അമ്മയെ എന്നെ അപ്പനെ എല്ലാം വിട്ടിട്ട് ഓടി എന്തുവാണ് പോയവനാണ് എന്ന് മാത്രമേ പറയുവാൻ ഉള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും ചില വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ തന്നെയും ഹല്ലേലൂയ നമുക്കറിയാം അമ്മാച്ചൻ്റെ വീട്ടിൽ പോയി, ലാബാന്റെ വീട്ടിൽ പോയി താമസിച്ചു. അപ്പോൾ ലാബാനോട് ചോദിക്കുക, യാക്കോബ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ 2 മക്കളെ അവൻ്റെ ഭാര്യയായിട്ട് കൊടുത്തു, ഇവിടെ അവൻ ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടാക്കി, എന്നാൽ എന്നോട് പോലും പറയാതെ ഇവിടുന്ന് ഒളിച്ചോടി പോയവനാണെന്ന് ലാബാൻ ആരെക്കുറിച്ച് പറയും? ഈ യാക്കോബിനെ കുറിച്ച് പറയും. എന്നാൽ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ യാക്കോബിൻ്റെ വ്യക്തിത്വം മാറ്റുന്നതായ ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളെ മാത്രമല്ല കർത്താവ് മാറ്റുന്നത്, നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ യാക്കോബിനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് ലാബാന്റെ ഭവനത്തിൽ 20 വർഷത്തോളം താമസിച്ചുവെങ്കിൽ തന്നെയും ആടുമാടുകളുണ്ടായി, ഹല്ലേലൂയ ഭാര്യമാര്, മക്കളെ, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹല്ലേലൂയ ദൈവത്തിന് തന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് ദൈവത്തിന് അറിയാം അവന്റെ വ്യക്തിത്വം ഒന്ന് മാറ്റിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹല്ലേലൂയ ഉപായിയും ചതിയനും ഓടിപ്പോകുന്നവനെന്ന് എല്ലാവരും പറഞ്ഞ് ഹല്ലേലൂയ അവനെ തള്ളിക്കളഞ്ഞെങ്കിൽ തന്നെയും എന്തുവാണ് അവന്റെ വ്യക്തിത്വത്തെ മാറ്റി അവനെ തിരികെ കൊണ്ടുവന്ന് ഹല്ലേലൂയ ആ യാക്കോബിൽ ദൈവം ഒരു ഇസ്രായേലിനെ കണ്ടിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അവനെ തിരിച്ചു കൊണ്ടുവന്ന് അവന്റെ വ്യക്തിത്വം മാറ്റി, നീ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പേര് പോലും മാറ്റിയതായ സംഭവം നമുക്കറിയാം. അവന്റെ വ്യക്തിത്വം തന്നെ ഹല്ലേലൂയ ആ ഒരു എൻകൗണ്ടറിൽ ഹല്ലേലൂയ ആ യാബോക്കിന്റെ ആ നദീതീരത്ത് വെച്ച് ഹല്ലേലൂയ ദൈവമായിട്ടുള്ളതായ ആ എൻകൗണ്ടറിൽ ദാവീദ് ഹല്ലേലൂയ യാക്കോബിന്റെ വ്യക്തിത്വം മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ അവന്റെ വ്യക്തിത്വം മാറ്റി ഹല്ലേലൂയ അവന്റെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ദൈവം അനുഗ്രഹിച്ച് ഹല്ലേലൂയ ഒരു വലിയ ജാതിയാക്കി, ഒരു വലിയ രാജ്യമാക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തുന്നു. അപ്പോൾ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ മാത്രമല്ല മാറ്റുന്നത്, നമ്മുടെ വ്യക്തിത്വം മാറ്റും. ഹല്ലേലൂയ. കർത്താവ് ഈ പത്രോസിനെ വിളിച്ചപ്പോൾ ആദ്യം പത്രോസ് എന്നല്ല വിളിച്ച് ശീമോൻ എന്നാണ് വിളിച്ചത്. എന്നാൽ ശീമോൻ എന്ന് വിളിച്ചെങ്കിൽ കർത്താവിന് ഹല്ലേലൂയ ശീമോനെ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, അവിടെ ഒരു പത്രോസിനെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആ പത്രോസിനെ ഹല്ലേലൂയ ആ ഒരു പാറ കഷ്ണമാക്കി തീർത്തതായ കർത്താവിന്റെ വ്യക്തിത്വത്തെ മാറ്റി ഹല്ലേലൂയ ഒരു പാറ കഷ്ണം പോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായ ഒരു വ്യക്തിയാക്കി അവന്റെ വ്യക്തിത്വം മാറ്റം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ ഹല്ലേലൂയ ഈ പത്രോസ് തന്നെ യേശുവിനെ തള്ളിപ്പറയുന്നു 3 പ്രാവശ്യം. എന്നാൽ അതിനുശേഷം കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടറൊക്കെ പിന്നീട് ഉണ്ടാകുന്നു. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു, അതിനുശേഷം തനിക്ക് പ്രത്യക്ഷനാകുന്നു. അതിനുശേഷം നമ്മൾ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 20 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ ശീമോന് പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിക്കുന്നതായി ചോദ്യം 3 പ്രാവശ്യം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്രോസിന്റെ ഹല്ലേലൂയ ആ വ്യക്തിത്വം മാറ്റി കർത്താവിന് ഉപയോഗമുള്ളതായ ഒരു വ്യക്തിയാക്കി കർത്താവ് തീർക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തിത്വം മാറിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ ആ അപ്പർ റൂമിലെ എക്സ്പീരിയൻസിന് ശേഷം 120 മാളിക മുറിയിൽ ഒന്നിച്ചുകൂടി ആ അനുഭവത്തിന് ശേഷം പത്രോസ് എഴുന്നേറ്റ് ഒരൊറ്റ പ്രസംഗം ചെയ്തുള്ളൂ. 3000 പേര് സഭയോട് ചേർന്നപ്പോൾ അവന്റെ വ്യക്തിത്വത്തെ മാറ്റി മറിച്ച് ഒരു വലിയ ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോസ്തലനായി ദൈവനെ ഉയർത്തുവാന് അവനെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഫിലോമോന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരൊറ്റ അധ്യായമുള്ളൂ. അവിടെ ഒനോസിമോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഫിലോമോന്റെ വീട്ടിൽ ഹല്ലേലൂയ വേല ചെയ്തുകൊണ്ടിരുന്നായ അവന്റെ ഹല്ലേലൂയ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നായ ഒരു കാര്യവിചാരകനായിരുന്നു ആര്? ഈ ഒനോസിമോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കലെ ഫിലോമോന്റെ വീട്ടിൽ നിന്ന് ചിലതൊക്കെ അവൻ മോഷ്ടിച്ചെടുത്ത് അവന് അവിടുന്ന് ഓടിപ്പോകാനിടയായി. അങ്ങനെ റോമിൽ ചെന്നപ്പോൾ അവിടെ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. എന്നാൽ പൗലോസിനെ മീറ്റ് ചെയ്യുവാനായിട്ട് കാണുവാനായിട്ട് ഇടയായിട്ട് അങ്ങനെ പൗലോസ് അവനെ കർത്താവിലേക്ക് നടത്തുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവിലേക്ക് നടത്തപ്പെട്ടതിന് ശേഷം ഇപ്പോഴേ അവന് പൗലോസിനോട് പറഞ്ഞു കാണും, ഞാൻ എന്നെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് അവിടുന്ന് ഓടിപ്പോയവനാണ് എന്നെല്ലാം പറഞ്ഞു കാണും. അതെല്ലാം മനസ്സിലാക്കിയതായ പൗലോസ് എവനെ ഒന്ന് ബലപ്പെടുത്തതിന് ശേഷം, എവനെ ഒന്ന് ശക്തീകരിച്ചതിന് ശേഷം, സുവിശേഷമൊക്കെ പറഞ്ഞ് കർത്താവിലേക്ക് നയിച്ചതിന് ശേഷം
ശേഷം എന്തുവാണ് അവനെ അയക്കുന്നത് നമുക്ക് കാണുവാൻ. അങ്ങനെ തിരിച്ചയക്കുമ്പോൾ നീ അവനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നായ ഒരു കത്താണ് ഫിലോമോന്റെ ലേഖനം തന്നെ. എന്നാൽ അവിടെ ഈ ഒനേസിമോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുവാണ്, അവനൊരു മോഷ്ടാവാണ്. ഹല്ലേലൂയ. തൻ്റെ മാസ്റ്ററുടെ വീട്ടിലുണ്ടായിരുന്നായ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചെടുത്തതായ ഒരു മോഷ്ടാവാണ് വാസ്തവത്തിലെ ഈ ഒനേസിമോസ്. എന്നാൽ അവന്റെ കർത്താവിനെ അറിഞ്ഞതിനോട് അവന്റെ സാഹചര്യം മാത്രമല്ല, അവന്റെ വ്യക്തിത്വം മാറ്റി ഇപ്പോഴേ ഫിലോമോന്റെ അടുത്തേക്ക് പൗലോസ് അവനെ അയക്കുകയാണ്. അപ്പോഴേ പറയുന്നുണ്ട്, ഹല്ലേലൂയ, അവന് നിനക്കും എനിക്കും ഒന്നും എന്തുവാണ്, ഹല്ലേലൂയ, ഉപയോഗമുള്ളവനായിരുന്നില്ല. എന്നാൽ ഇപ്പോഴവൻ കർത്താവിനും നിനക്കും എനിക്കും എല്ലാം ഉപയോഗമുള്ളവനായി തീർന്നിരിക്കുന്നു. അവനെ നീയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് എഴുതുന്നായ കത്താണ് ഫിലോമോന്റെ ലേഖനം. എന്നാൽ അവിടെ എഴുതുന്നുണ്ട്, അവൻ എന്തെങ്കിലും നിന്നോട് കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഞാനത് തന്നെ തീർത്തു കൊള്ളാമെന്നും പൗലോസ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഈ ഒനേസിമോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു മോഷ്ടാവായി ഒരു ഭവനത്തിൽ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയ ഒരാളിൻ്റെ വ്യക്തിത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എവനെങ്ങനെയാണ് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്നുവെന്ന് പലപ്പോഴും നമ്മൾ ചിലപ്പോഴും മാനുഷികമായി ചിന്തിക്കാം. എന്നാൽ അവൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുവാണ്, കർത്താവിനെ പണിയുവാൻ തുടങ്ങി. കർത്താവ് അവനിൽ വ്യത്യാസം വരുത്തുവാൻ തുടങ്ങി, അവനിൽ മാറ്റം കടന്നു വരുവാൻ തുടങ്ങി. എന്നാൽ ആ മാറ്റം എന്തുവാണ്, ഹല്ലേലൂയ, പൗലോസ് മാത്രമല്ല കണ്ടത്. എന്നാൽ ഫിലോമോന്റെ അടുത്തേക്ക് അയച്ചപ്പോഴേ ആ മാറ്റം ഫിലോമോനും കാണുവാനായിട്ട് ഇടയായിരുന്നു. പിന്നീട് നമ്മൾ ഈ ഒനേസിമോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചരിത്രം പറയുന്നത് കൊലോസയിലെ ഹല്ലേലൂയ ഒരു ബിഷപ്പായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ശുശ്രൂഷിക്കുവാനായിട്ട് തനിക്കിടയായി. അപ്പോൾ അവൻ്റെ ആ മോഷ്ടാവെന്നുള്ളതായ ആ വ്യക്തിത്വം മാറ്റി, അവൻ്റെ സാഹചര്യം െല്ലാം മാറ്റി കർത്താവിന് ഉപയോഗമുള്ളതായ ഒരു വ്യക്തിയാക്കി ഒനേസിമോസിനെ തീർക്കുവാനായിട്ട് കർത്താവിനിടയായി തീർന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഒനേസിമോസിനെ വ്യത്യാസം വരുത്തിയതായ, മാറ്റം വരുത്തിയ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുടന്തനായ ഹല്ലേലൂയ മെബീശോബേത്തിന് ഹല്ലേലൂയ മാറ്റം, അവന്റെ സാഹചര്യത്തെ മാറ്റിയ കർത്താവ്, അവന്റെ വ്യക്തിത്വത്തെ മാറ്റിയ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന്റെ വ്യക്തിത്വത്തെ മാറ്റിയ കർത്താവ്. ഹല്ലേലൂയ. യാക്കോബിന്റെ വ്യക്തിത്വത്തെയും സാഹചര്യത്തെയും മാറ്റിയതായ കർത്താവ് ഇന്ന് കാലം എൻ്റെ സാഹചര്യത്തെ മാറ്റുവാനായിട്ട്, ഹല്ലേലൂയ, എൻ്റെ വ്യക്തിത്വത്തെ മാറ്റുവാനായിട്ട് കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, കരങ്ങളിൽ നമ്മുടെ കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. അതുപോലെ കർത്താവ് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുമ്പോൾ എന്തുവാണ്, ഞാൻ പറഞ്ഞല്ലോ, സാഹചര്യങ്ങളെ മാറ്റുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ വ്യക്തിത്വം കർത്താവ് മാറ്റുമ്പോൾ നമ്മളിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. അത് മറ്റുള്ളവർക്കും കാണുവാനായിട്ടും ഇടയായിത്തരും. അതുപോലെ തന്നെ കർത്താവിനെ കുറിച്ചുള്ളതായ അറിവിനും മാറ്റം ഉണ്ടാകും. നമ്മുടെ സാഹചര്യങ്ങൾ മാത്രമല്ല, നമ്മൾ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ളതായ നമ്മുടെ അറിവിനും മാറ്റം ഉണ്ടാകും. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം എടുക്കാം. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു കാര്യം, 19-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം വായിക്കാം. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം 1 മുതൽ ഏതാണ്ട് 18 വരെയുള്ളതായ അധ്യായം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മുഴുവൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അറിവില്ല, എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു, കഷ്ടത, ഭാര്യ തള്ളിപ്പറയുന്നു, ഒരു ഓട്ട് കഷ്ണം എടുത്തുകൊണ്ട് താന് ഹല്ലേലൂയ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ശരീരം മുഴുവൻ വ്രണങ്ങളാൽ ബാധിതനായിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ മറു സൈഡിലെ കൂട്ടുകാരെ തന്നെ കുറ്റം പറയുന്നു. തൻ്റെ ആടുമാടുകളെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു സൈഡിലെ മറ്റു സൈഡിലെ 10 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരും നഷ്ടപ്പെട്ടു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കഷ്ടതയിലായിരിക്കുന്നതായ ഹല്ലേലൂയ ഒരു ഇയ്യോബിനെയാണ് നമ്മൾ 1-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ കാണുവാൻ സാധിക്കുന്നത്. അവിടെ ഇയ്യോബ് തന്നെ അനേക ചോദ്യങ്ങളെ ദൈവത്തോടെ ചോദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 മുതൽ 18 വരെയുള്ളതായ അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി എന്ന് ഹല്ലേലൂയ പറയുവാനുള്ളൂ ഇയ്യോബിന്. എന്നാൽ 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഒരു പ്രത്യേക അറിവ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ആ അറിവ് എന്തുവാണ് നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 25-ാം വാക്യം 19-ന്റെ ആ 19-ാം അധ്യായത്തിലെ പെട്ടെന്ന് എന്തുവാണ് ദൈവം ഒരു അറിവ് കൊടുത്തു. ആ അറിവ് എന്തുവാണ് അവനെ ബലപ്പെടുത്തുന്നത് നമുക്ക് കാണും. അപ്പോൾ ദൈവത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുമ്പോൾ എന്തുവാണ് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ വ്യക്തിത്വം എന്തുവാണ് മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ,
അല്ലെങ്കിൽ ഇവിടെ അതിന്റെ 25-ാം വാക്യം വായിക്കാം, ഒന്ന് വായിച്ചാട്ടെ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും Yeah. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അവിടെ വ്യക്തിപരമായി എന്തുവാണ് ഇവിടെ അയ്യോ പറയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവന് ഒടുവില് പൊടിമേലെ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. വല്ലവരും അറിയുന്നല്ല പറഞ്ഞത്, ഞാൻ അറിയുന്നുവെന്ന് വ്യക്തിപരമായി എന്തുവാണ് വിളിച്ചു പറയാണ്. അപ്പോൾ ഞാൻ അറിയുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് എന്തുവാണ് ഒരു പുതിയ അറിവ് അദ്ദേഹത്തെ ലഭിച്ചു. എന്തുവാണ് എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് എന്നുള്ളതായ ആ അറിവ് എന്തുവാണ് ഇപ്പോൾ യോബിന് ലഭിച്ചു. അപ്പോൾ അവൻ പറയാണ്, ഞാൻ അറിയുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് ഒരു പ്രത്യേക അറിവ് കൊടുക്കുകയാണ്. യോബേ, നിന്റെ എല്ലാം നഷ്ടപ്പെട്ടാലും, നിന്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടാലും, നിന്റെ ഭാര്യ നിന്നെ തള്ളിപ്പറഞ്ഞാലും, നിന്റെ ശരീരം വ്രണങ്ങളാൽ ബാധിതനായാലും, നീ ഓട്ടുകഷ്ടം എടുത്തുകൊണ്ട് ചിരണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലും, നിന്റെ കൂട്ടുകാരൻ നിന്നെ തള്ളിപ്പറഞ്ഞാലും, നിന്റെ മക്കള് നഷ്ടപ്പെട്ടാലും, നിന്റെ ആടുമാടുകൾ എല്ലാം നഷ്ടപ്പെട്ടാലും, ഹല്ലേലൂയ, ഒരു കാര്യം ഹല്ലേലൂയ, ദൈവം എന്തുവാണ് ഒരറിവ് കൊടുക്കുകയാണ്, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. ആ അറിവ് ആ ഭക്തന്റെ ജീവിതത്തെ മാറ്റി മറിച്ചു കാണും. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവിനെ കരങ്ങൾ ഉയർത്തി നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ അറിവ് നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 30-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ അവിടെ മറ്റൊരു അറിവ് ദൈവം കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നുള്ളതായ ഒരു വലിയ അറിവ് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 30-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു അറിവ് നമുക്ക് കാണാൻ സാധിക്കും. 30-ന്റെ 23-ാം വാക്യം. മരണത്തിലേക്കും സകല ജീവികളും ചെന്നു ചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇവിടെ എന്തുവാണ് ഹല്ലേലൂയ ഒരു രണ്ടാമത്തെ അറിവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ പറയുവാനുള്ളത്, ഹല്ലേലൂയ എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മരിക്കുമെന്നുള്ളതായ യാഥാർത്ഥ്യം. ഇവിടെ ഹല്ലേലൂയ തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോയി, പല നഷ്ടങ്ങളുടെ കണക്കുകൾ യോബിന് പറയാനുണ്ട്. എന്നാൽ ഒരു യാഥാർത്ഥ്യം എന്തുവാണ്, ഹല്ലേലൂയ മറ്റുള്ളവരെ മരിക്കുന്നത് പോലെ തന്നെ എന്തുവാണ്, ഹല്ലേലൂയ ഞാനും ഒരിക്കലെ മരിക്കേണ്ടവനാണ് എന്നുള്ളതായ ആ വലിയ യാഥാർത്ഥ്യം എന്തുവാണ് യോബിന് മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ യാഥാർത്ഥ്യം മാത്രമല്ല, ആ യാഥാർത്ഥ്യം എന്തുവാണ്, ആ അറിവും തന്നെ എന്തുവാണ് മാറ്റിമറിച്ചുവാണ്. ഇവിടെ പറയുന്നുണ്ട്, നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു. അവിടെയും പറയാണ്, ആ വ്യക്തിപരമായി ഒരറിവ് എന്തുമാണ് കർത്താവ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, മരണം ഏതവസരവും കടന്നു വരാമെന്നുള്ളതായ അറിവ്. ഇന്ന് നീയാണെങ്കിൽ നാളെ ഞാനായിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാളെ മറ്റൊരു വ്യക്തിയായിരിക്കും എന്നുള്ളതായ ആ വലിയ യാഥാർത്ഥ്യം എന്തുവാണ്, ഹല്ലേലൂയ ദൈവം മരണത്തെക്കുറിച്ച് യോബിന് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ വ്യക്തിപരമായി പറയാണ്, ഞാൻ അത് അറിയുന്നു എന്ന്. ഹല്ലേലൂയ. അത് മാത്രമല്ല, യോബിന്റെ ജീവിതത്തിൽ വീണ്ടും നമ്മൾ മൂന്നാമത്തെ ഒരറിവ് നമുക്ക് വായിക്കാം. അതിനായിട്ട് 42-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. അവിടെ മറ്റൊരറിവ് ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇവിടെ പറയാണ്, ഹല്ലേലൂയ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ആരറിയുന്നു? ഞാൻ അറിയുന്നു. അപ്പോൾ യോബിന് ഹല്ലേലൂയ വെളിപ്പെട്ടതായ മറ്റൊരറിവ്, ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവാണ്, ഹല്ലേലൂയ നിനക്ക് സകലവും കഴിയുമെന്നും. നമ്മുടെ ദൈവത്തിന് എന്തുവാണ്, സകലം കഴിയുമെന്നും. അത് മാത്രമല്ല, നിന്റെ ഉദ്ദേശം ഒന്നും എന്തുവാണ് അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇദ്ദേഹത്തിന്റെ ആ വിശ്വാസം അങ്ങ് വർദ്ധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിശ്വാസം വർദ്ധിച്ച് ഇപ്പോൾ ഹല്ലേലൂയ കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം കംപ്ലൈന്റ് അല്ലെങ്കിൽ മർമർ ചെയ്തുകൊണ്ടിരുന്ന ഇയ്യോബ്, ദുഃഖിച്ചുകൊണ്ടിരുന്ന ഇയ്യോബ്, കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരുന്ന ഇയ്യോബ്, അയ്യോ എന്തുകൊണ്ട് എനിക്കിതെല്ലാം സംഭവിച്ചു എന്ന് പറയുന്ന ഇയ്യോബിന് ഇപ്പോൾ എന്തുവാണ് ദൈവം ഒരു പ്രത്യേക അറിവ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ 42-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ, ഹല്ലേലൂയ നിനക്ക് സകലവും കഴിയുമെന്ന്. നമ്മുടെ ദൈവത്തിന് സകലവും കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ അറിവ് എന്തുവാണ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. അപ്പോൾ അതിൻ്റെ ആ അറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് പറയാനുള്ള 3-ാം വാക്യത്തിൽ പറയാണ്, ആ അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നവന് ഇവനാറ്. അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി. ഇപ്പോൾ എന്തുവാണ് താൻ കൺഫസ് ചെയ്യാണ്, ഞാൻ പണ്ട് കർത്താവ് നിന്നോട് പലതും ചോദിച്ചു പോയി അറിവില്ലാതെ.
ഹല്ലേലൂയ. ഞാൻ പലതും പറഞ്ഞു പോയി അറിവില്ലാതെ, ഞാൻ സംസാരിച്ചു പോയി അറിവില്ലാതെ. എന്നാൽ നീ സകലതും എന്തുവാണ്? ഹല്ലേലൂയ. സകലതും അങ്ങയാൽ കഴിയുമെന്നും, ഹല്ലേലൂയ, നിനക്ക് സകലവും കഴിയുമെന്നും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും എന്തുവാണ് അറിഞ്ഞതായ ഇയ്യോബിനിപ്പം പറയുവാനുള്ളത്. ഹല്ലേലൂയ. ഞാൻ പണ്ട് ചോദിച്ചു പോയ ചോദ്യമെല്ലാം എന്തുവാണ്? ഹല്ലേലൂയ, ദൈവമേ, ഹല്ലേലൂയ, അബദ്ധമായി പോയല്ലോ എന്നുള്ള രീതിയിൽ ഇയ്യോബ് ഇപ്പോഴെ സംസാരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും വീണ്ടും പറയുകയാണ് അതിൻ്റെ 5-ാം വാക്യത്തിൽ, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അപ്പോൾ ഇവിടെ വ്യക്തിപരമായി എന്തുവാണ് ദൈവം ചില അറിവുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ കഷ്ടതയൊക്കെ അങ്ങ് കുറഞ്ഞ് വന്നെന്തുവാണ് ഇപ്പോൾ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഹല്ലേലൂയ. എന്നാൽ 42-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇയ്യോബിൻ്റെ കൂട്ടുകാരോട് തന്നെ ഹല്ലേലൂയ ദൈവം തന്നെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ അവൻ്റെ അടുത്ത് പോയി എന്തുവാണ് യാഗം കഴിക്കണം. അതുമാത്രമല്ല അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ, അവന് മാത്രമല്ല സൗഖ്യം, നിനക്കും അങ്ങനെ ഹല്ലേലൂയ ഇയ്യോബിനെ കൊണ്ട് പ്രാർത്ഥിക്കുന്നതായ അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുക്കുന്നതായ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരറിവ് ഇയ്യോബിന് ലഭിച്ചത് ഹല്ലേലൂയ തൻ്റെ സാഹചര്യത്തെയും തൻ്റെ വ്യക്തിത്വത്തെയും മാറ്റുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം. ഇയ്യോബിന് ഈ ദൈവത്തെക്കുറിച്ച് അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നും, ഹല്ലേലൂയ, എൻ്റെ ജീവിതം ഹല്ലേലൂയ ഒരിക്കൽ അവസാനിക്കുമെന്നുള്ളതായ ആ യാഥാർത്ഥ്യവും, അതുമാത്രമല്ല ഹല്ലേലൂയ നിനക്ക് സകലവും കഴിയുമെന്നുള്ളതായ ആ വലിയ യാഥാർത്ഥ്യവും ഹല്ലേലൂയ വ്യക്തിപരമായി മനസ്സിലാക്കിയതായ ഇയ്യോബിൻ്റെ ജീവിതം തന്നെ വ്യത്യാസപ്പെടുന്നതിനിടയായിത്തീർന്നു. ഇന്ന് പലക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു നിനക്ക് സകലവും കഴിയുമെന്ന്? ഇയ്യോബ് വിശ്വസിച്ചതുപോലെ ഇന്ന് പലക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിന് സകലവും കഴിയും? ഇന്ന് പലക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് കർത്താവ് ഇന്ന് പലക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേര് കർത്താവേ, ഹല്ലേലൂയ, നിനക്ക് സകലവും കഴിയും. നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. അവന്റെ ഉദ്ദേശം എല്ലാം എന്തുവാണ്? ഹല്ലേലൂയ, സാധ്യമാകും, ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ആ വലിയ അറിവ് ഇയ്യോബിന് ലഭിച്ചു. അതുപോലെ ഇന്ന് പലക്കാലം എത്ര പേര് ആ അറിവ് ഹല്ലേലൂയ കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് ഏറ്റുപറയും, കർത്താവേ, നിനക്ക് അസാധ്യമായതൊന്നുമില്ല, എല്ലാം അങ്ങയാൽ സാധ്യമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി ഓൺലൈനിലാകട്ടെ ഇവിടെ കടന്നു വന്നിരിക്കുന്നവരാകട്ടെ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്നുകൂടെ കടന്ന് വിശ്വസിക്കാം, എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. വിശ്വസിക്കുന്നുവെങ്കിൽ കരങ്ങൾ ഉയർത്താം. ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തുന്നുവെങ്കിൽ ഇയ്യോബിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇയ്യോബിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ ഏത് സാഹചര്യമായിരുന്നു കഴിഞ്ഞാലും ആ സാഹചര്യങ്ങളെ മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ സന്തോഷത്തെ നൃത്തമാക്കുവാനായിട്ട്, നിന്റെ കണ്ണുനീരിനെ ആനന്ദമാക്കുവാനായിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ സാഹചര്യത്തെ മാറ്റി മറിച്ച് ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി, ഹല്ലേലൂയ, കർത്താവിന് ഉപയോഗമുള്ളതായ ഒരു മാനപാത്രമാക്കി നിന്നെ തീർക്കുവാനായിട്ട്, നിന്നെ നിർത്തുവാനായിട്ട് കർത്താവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ, 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 ആമേൻ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.